അപ്പൂ, നീ എവിടെ കയറിയിരിക്കണ്? നീ ഇന്നലെ രാത്രി ഇവിടെ ഇരുന്ന് ആണോ? നിന്നെ ഞാൻ വീട്ടിലാക്കിയതല്ലടാ അല്ലേ? എന്നിട്ട് എവിടെയായിരുന്നു നീ? ഏ എവിടെയായിരുന്നു എന്ന് പറയ്. നിന്നെ ഞാൻ വീട്ടിലാക്കിയതല്ലേ? നീ എങ്ങനെ ഇതിൻ്റെ മേലെ വന്ന്? അപ്പുവോ, എങ്ങനെ ഇതിൻ്റെ മേലെ വന്ന്? ഇതെന്താ പുതിയ മുറിയൊക്കെ ഉണ്ടല്ലോ? എനിക്ക് വയ്യാട്ടാ നിന്നെ നോക്കാൻ. എന്നെ കൊണ്ട് പറ്റില്ല നോക്കാൻ കേട്ടാ. എന്തിനാ ഞാൻ അകത്തേക്ക് വരുന്നേ? എടാ, ഇന്നലെ ഞാൻ നിന്നെ വീട്ടിലാക്കിയതാണോ? ആണോ? ചോദിച്ചതിന് ഉത്തരം പറയ്. നോക്കി എന്തൂട്ടപ്പ്, എന്ത് കഷ്ടാടത്. പൊന്നുവോ, നോക്കിയേ ഇവന്റെ മുറി കണ്ട നീ? എന്തിമ്മ? എല്ലാവരും ചോദിക്കില്ലേ നിന്നെ ഇവിടെ പൂട്ടിട്ടൂടെ പുറത്തേക്ക് വിടരുത് കേട്ടോ ഒരാളിനെന്ന്. ഇത് ക്വാർട്ടേഴ്സാണ്. അപ്പം നമുക്ക് അത്ര സ്പേസ് ഉള്ളൂ കേട്ടോ. ഇവിടെ ടോട്ടലി 6 റൂമുണ്ട്. മേലെ 3 അടിയിൽ 3. ഇവർക്ക് മറ്റുള്ളവർക്ക് ശല്യമാവാതെ നോക്കണ്ടേ നമ്മൾ? എളുപ്പമല്ല നോക്കാൻ. അപ്പം ഈ ഒരു സ്പേസ് തന്നെ ഉള്ളൂ കേട്ടോ അവർക്ക്. ഈ ഒരു സ്പേസ് ഉള്ളു കണ്ട, ഈ ഒരു സ്പേസ് ഉള്ളു അവർക്ക്. പക്ഷേ ഇത് തുറന്നിട്ടാണ് അവരിവിടുന്ന് ചാടും. അടച്ചിട്ടിട്ടും കാര്യമില്ല. പിന്നെ ഈ പറമ്പിലൊക്കെ ഒന്ന് നടക്കും കേട്ടോ. അപ്പോൾ പിന്നെ ലോകം മൊത്തം നടക്കും. കണ്ട, ഇതാണ് ഇവിടുത്തെ വീട് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ റൂം. അതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് കേട്ടോ. അപ്പം ഈ ചെക്കനെ ഞാൻ എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ പൂട്ടിയിടും? ഈ കുഞ്ഞി ചെക്കനെ ഞാൻ എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ പൂട്ടിയിടും? എങ്ങനെ പൂട്ടിയിടുക പറയ്. നിനക്കെന്ത് പ്രശ്നം? ഓക്കെ, ഗുഡ് ബോയ്. അവിടെ ഇരിക്ക്. ഓക്കെ, ഗുഡ് ബോയ്. നല്ല മോനാണ്, ഗുഡ് ബോയ് ആണ്. പക്ഷേ ഈ പുറത്ത് പോണത് മാത്രമാണ് ഇഷ്ടമില്ലാത്ത പൊത്ത് പോവരുത് പൂച്ചേ. പൊത്ത് പോവരുത് അമ്മ എപ്പോഴും പറയാറില്ല അല്ലേ? ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവനക്ക് എന്തായാലും പുറത്ത് പോകാനുള്ള ടെൻഡൻസിയാണ്. ഭയങ്കര പ്രാന്ത് പോലെയാണ് ഇവിടെ കാണിക്കുക. അവനങ്ങോട്ട് പുറത്ത് വിട്ടില്ലെങ്കിൽ പിന്നെ ഉള്ളതൊക്കെ തട്ടിമറിച്ചിടുക. അങ്ങനത്തെ ഒക്കെ ഒരു സൈക്കോ പോലൊക്കെ ചില സമയങ്ങളിൽ കാണിക്കാറുണ്ട് കേട്ടോ ഈ സൈക്കോ ചെക്കൻ. അതാണ് പുറത്തേക്ക് നമ്മൾ വിടണത്. പിന്നെന്താ, ഒരു കാര്യമില്ല, ഇങ്ങനെ അടി മേടിച്ചിട്ട് വരും. ഇനി ഒരൊറ്റ കാര്യമുള്ളൂ, വന്ധീകരിക്കുക. അതെന്നെ ഡോക്ടർ പറഞ്ഞത്. അത് അവൻ്റെ നല്ലതിനാണ് എന്നാണ് പറഞ്ഞത്. അല്ലേ പൂച്ചേ?